മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഈ സമയം വരെ വഖഫ് ബോർഡിനെ മരവിപ്പിച്ചത് BJPയുടെ ആവശ്യപ്രകാരം എന്ന് മാത്രമായിരുന്നു മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. നിയമപരമായിട്ട് ഇതര മതസ്ഥരെ ഉൾപ്പെടുത്താത്തതിനെ ചോദ്യം ചെയ്ത് ഷോൺ ജോർജ് രംഗത്തെത്തി എന്നായിരുന്നു മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് മാത്രമല്ല, മുസ്ലിം സംഘടനകൾ തന്നെ വഖഫ് ബോർഡിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പിന്നെ ലീഗിന്റെ കിളിയൊക്കെ പോയിട്ടുണ്ട്. മന്ത്രി ഒന്ന് പറയുന്നു, അതേപോലെ സെക്രട്ടറി മറ്റൊന്ന് പറയുന്നു. അതും നമുക്ക് ഇവിടെ മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ വഖഫ് ബോർഡിനെതിരെ മുസ്ലിം സംഘടനകൾ തന്നെ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഈ വഖഫ് ബോർഡിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ വന്ന കേസ് 4 കേസുകളാണ്. അതിലൊന്ന് ഷിയ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്, ബോറ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ചിട്ടില്ല, പിന്നെ സാങ്കേതികമായി ഇതിൻ്റെ രൂപീകരണം തെറ്റാണ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതുപോലെ തന്നെ 2 മുസ്ലിം പ്രതിനിധികളെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഷോൺ ജോർജ് കൊടുത്ത കേസുണ്ട്. ഇത് 4ഉം കൂടി ഹൈക്കോടതി ക്ലബ് ചെയ്തിട്ടാണ് വിചാരണ ആരംഭിച്ചത്. നിങ്ങൾ കേട്ടില്ലേ? അതായത് ഷിയ മുസ്ലിങ്ങൾ കൃത്യമായിട്ട്, ഷിയ സമുദായം മുസ്ലിം സംഘടന കൃത്യമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് വഖഫ് ബോർഡിനെതിരെ രംഗത്തുണ്ട്. ഞങ്ങളുടെ പ്രതിനിധിയെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഷിയ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന വാദം ഷിയ മുസ്ലിങ്ങൾ കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഇനി അത് മാത്രാണോ? ബോറ മുസ്ലിങ്ങളും കൃത്യമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്തു പറയുന്നില്ല. വഖഫ് ബോർഡ്, നമ്മുടെ കേരളത്തിലെ വഖഫ് ബോർഡ് നിയമപരമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഷിയ മുസ്ലിങ്ങളും ബോറ മുസ്ലിങ്ങളും ഒരു ഭാഗത്തുണ്ട്. അതേപോലെ തന്നെ രാജ്യത്ത് നടപ്പിലാക്കിയ നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് BJPയും ഒരു ഭാഗത്തുണ്ട്. അതായത് BJP മാത്രമല്ല വഖഫ് ബോർഡിനെതിരെ ഇപ്പോ ഈ രംഗത്ത് വന്നിട്ടുള്ളത്. ഷിയ മുസ്ലിങ്ങളും ബോറ മുസ്ലിങ്ങളുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിരിക്കുന്നു അവരെ പരിഗണിക്കണം എന്നുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് വിളിച്ചു പറയുന്നത്. മന്ത്രി പറഞ്ഞത് നമുക്ക് ഇവിടെ കൊടുക്കാം. മന്ത്രി പറഞ്ഞതൊക്കെ തന്നെ മറന്നുകൊണ്ട് ഇപ്പോ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്താ പറയുന്നത് കേട്ടു. ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 2 മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. നിങ്ങൾ കേട്ടില്ലേ? ഞങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ലീഗിന്റെ കിളി പോയിട്ടുണ്ട്. ഏതായാലും 4 സംസ്ഥാന നേതാക്കന്മാര് 4 ഭാഗത്ത് നിന്ന് അങ്ങ് ഇറങ്ങിയപ്പോയേക്ക് മുസ്ലിം ലീഗ് മുട്ടുമടക്കി. അതേസമയം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇതൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ മന്ത്രി എന്താ പറഞ്ഞത്? എന്താണോ നിയമം അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കോളാമെന്നല്ലേ അദ്ദേഹം പറയുന്നതിന്റെ വാക്കുകൾ ഇവിടെ കൊടുക്കാം. 10-30 സെക്കൻഡേ ഉള്ളൂ. നിങ്ങൾ നോട്ടു. നിയമാനുസൃതം നോംസ് പ്രകാരം ഈ വഖഫ് ബോർഡിലേക്ക് ഓരോരുത്തരെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓരോ കോട്ടയിൽ നിന്നാണ് അതിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ആക്ഷേപം. അപ്പോൾ ഞങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കാര്യമല്ലോ, പാലിച്ചുകൊണ്ട് പുനഃസംവിധാനം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് ഗവൺമെൻറ് ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് മുസ്ലിം ലീഗ് മന്ത്രി പറയുന്നു ഞങ്ങൾ എന്തൊക്കെയാണോ നിയമത്തിലുള്ളത് അതൊക്കെ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോവാമെന്ന് ഗവൺമെന്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? കൃത്യമായിട്ട് വന്ന പരാതി എന്താ? ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്താത്ത വിഷയം, അതേപോലെ തന്നെ ഷിയ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്ത വിഷയം, അതേപോലെ തന്നെ ബോറ മുസ്ലിംസിനെ ഉൾപ്പെടുത്താത്ത വിഷയം, ഇതൊക്കെ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോവാമെന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്റെ തൊട്ടു പിന്നാലെ
സംസ്ഥാന സെക്രട്ടറി ഗതികെട്ടിപ്പോ രംഗത്തെത്തിയിട്ടുണ്ട്. ആര്? സമസ്ത നേതാക്കന്മാർ ഉറഞ്ഞു തുള്ളിയപ്പോയേക്ക് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നാളല്ലേ ലീഗിന്? നാണമില്ല ലീഗിന് ഇതുപോലെ ഈ 2 വാക്കുമായിട്ട് രംഗത്തെത്താൻ? ഈ 2 വാക്ക് പറയുന്നവർക്ക് നല്ല പച്ച മലയാളം പറയാറുണ്ട്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് മാറുന്നത് കൊണ്ട് ഞാൻ ആ പദങ്ങളൊന്നും എടുത്ത് പ്രയോഗിക്കുന്നില്ല. ഇനി മറ്റൊന്നുണ്ട്, സ്ഥിരം ഇരവാദവും സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്നും കേട്ടോക്കൂ. ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പാർലമെന്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ല, ചർച്ചുകളിൽ മറ്റു സമുദായങ്ങളെ വെക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ വഖഫ് മുസ്ലിങ്ങളല്ലാത്തവർ വരുന്നത് ശരിയല്ല എന്ന വാദം അന്നും ഇന്നും മുസ്ലിം ലീഗിന് എന്നും ഉണ്ടാവും. നിങ്ങൾ കേട്ടില്ലേ? സ്ഥിരം ഇരവാദമാണ്, ഉളുപ്പില്ലാതെ പറഞ്ഞത്. വഖഫ് ബോർഡ് വിഷയം വന്നപ്പോഴേക്ക് ദേവസ്വം ബോർഡ് ചർച്ചുകളില് ഇതര ആളുകളെ, ഇവിടെ മുസ്ലിം പള്ളികളെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. മുസ്ലിം ആരാധനകളെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ആരാധനകളുമായി ബന്ധപ്പെട്ടതല്ല. എന്നാൽ ദേവസ്വം ബോർഡ് ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്ത്യൻ ചർച്ചുകൾ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ഈ രണ്ടിനെയും, അതായത് ഈ 2 മതവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് വഖഫ് ബോർഡിനെ കൂട്ടിക്കെട്ടുന്നത്? വഖഫ് ബോർഡിന് മറ്റ് ആളുകളുടെ ഈ രാജ്യത്തെ ഏത് മുതലിനെയും അവകാശപ്പെട്ട് കൈക്കലാക്കി മുന്നോട്ട് പോവാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് വഖഫ്. വഖഫ് ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല. ദേവസ്വം ബോർഡ് ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ചർച്ചുകൾ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ മഹല്ല് കമ്മിറ്റികളാണ് ആരാധനയുമായിട്ട് പള്ളികളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത്. അതുമായി ബന്ധപ്പെട്ട ഖാലിമാരൊക്കെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വഖഫ് ബോർഡിന് ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കൈകടത്തലില്ല. സ്വത്തുവകകളാണ്. ഈ സ്വത്തുവകകൾ തന്നെ കണ്ടതിലൊക്കെ തന്നെ കൈ കടത്തി അവകാശവാദം ഉന്നയിച്ചിട്ടാ. ഇവിടെ ചർച്ചായിക്കളുണ്ട്. ദേവസ്വം ബോർഡായിട്ട് അവർക്കൊരു ഭൂമിയിൽ തർക്കമുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ഇവിടെയുള്ള സാധാരണക്കാരെ എങ്ങനെ കോടതിയെ സമീപിക്കണോ അതേ രീതിയിൽ കോടതിയെ സമീപിച്ച് അതിന്റെ റിസൾട്ട് കാത്തിരിക്കണം. എന്നാൽ വഖഫ് ബോർഡ് അങ്ങനെയല്ല. അത് മുസ്ലിം സമുദായത്തിന്റെ സ്ഥലവും മാത്രമല്ല ഇടപെടുന്നത്, മറ്റു മതസ്ഥരുടേത് കൂടി കൈക്കലാക്കാൻ ശ്രമങ്ങൾ ഒരുപാട് രാജ്യത്ത് നടത്തി. ഒരുപാട് കൈക്കലാക്കിയതായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടതൊക്കെ വെട്ടിപ്പിടിക്കുന്ന പ്രശ്നം ഉണ്ടായത് കൊണ്ടാ ഈ വെട്ടിപ്പിടിച്ചത് തിരികെ പിടിക്കാൻ യഥാർത്ഥ ഓണർ വരേണ്ടത് രാജ്യത്തെ കോടതികളിലേക്കല്ല, മറിച്ച് അതും വഖഫ് ബോർഡിലേക്ക് വരുന്നൊരു ഗതികേടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് സുപ്രീം കോടതി പോലും ശരിവെച്ചിട്ടുള്ളത്. ഉളുപ്പില്ലാതെ മുസ്ലിം ലീഗ് പച്ച അറിയാതോ ഉള്ളിലൂടെ കുത്തിക്കയറ്റത് നിങ്ങൾ കണ്ടില്ലേ? ദേവസ്വം ബോർഡിന്, ചർച്ചിന്, അത് മുസ്ലിം ലീഗ് പറയേണ്ട യാതൊരു ആവശ്യമില്ല. വഖഫ് ബോർഡിനെ കുറിച്ച് പറയൂ. വഖഫ് ബോർഡിനെ കുറിച്ച് കൃത്യമായിട്ട് എന്താണ് രാജ്യത്തെ നിയമം അത് നടപ്പിലാക്കിക്കോളാമെന്ന് മുസ്ലിം ലീഗ് മന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെന്താ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് ഒരു ചൊറിച്ചില് ആരോ ഞെട്ടിച്ചിട്ടുണ്ടാവും. ചാടി വീണതാ. അപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മണിക്കൂറിൽ ചാടി വീണതാ. മന്ത്രി പറഞ്ഞത് ഞങ്ങൾ സകലതും ചെയ്ത് അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവാമെന്ന. ഇനി ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോടോ ഇതിനൊക്കെ എതിരെ ഉറഞ്ഞു തുള്ളുന്ന സകലരോടും പറയാൻ രാജ്യത്തൊരു നിയമം പാസ്സായതാണ്. ആ നിയമം കേരളത്തിലും ബാധകമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ഒരാൾക്കും വേണ്ട.